ദേശീയപാതയാണ്, നിരവധി വാഹനങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ മറ്റു വാഹനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിൽ ചെന്നിടിക്കും. ഇപ്പോൾ ഒരു കാറിലാണ് ഇടിച്ചത്. ആ കാറ് നേരത്തെ 2 ദിവസം മുൻപ് അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് ഇവിടെ നിർത്തിയിട്ട കാറാണ്. അതും ഇതുപോലെ തലകീഴായി മറിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിർത്തിയിട്ട കാറാണ്. പക്ഷേ അതിനകത്ത് ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റു സംഭവങ്ങളൊന്നും, അല്ലെങ്കിൽ മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ബസ് മറ്റു കാര്യങ്ങളൊക്കെ പോലീസും ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ബസ് കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മരിച്ചാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് മാവൂരിലാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഈ മരിച്ച ആൾ കോഴിക്കോട് സ്വദേശിയാണെന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്നത്. കോഴിക്കോട് മാവൂർ സ്വദേശിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കോഴിക്കോട് മാവൂർ സ്വദേശിയാണ് അദ്ദേഹം. ഈ ബസ്സിൽ നിന്ന് തെറിച്ചു വീണു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതായത് ബസ് വന്നും ഇടിച്ച ആഘാതത്തിൽ പുറത്തേക്ക് തെറിച്ചു വീഴുകയും അദ്ദേഹത്തിൻ്റെ തല സമീപത്ത് ഈ ഡിവൈഡറിനടുത്തുള്ള ഒരു കമ്പിയിൽ ഇടിക്കുകയുമായിരുന്നു എന്നുള്ളതാണ്. ആ തലക്കേറ്റ ക്ഷതമാണ് മരണം കാരണം എന്നുള്ള വിവരം അതായിരിക്കാം, അല്ലെങ്കിൽ ആ തല അടിച്ച് വീണതായിരിക്കാം മരണം കാരണം എന്നുള്ളതാണ് നാട്ടുകാർ, ദൃക്സാക്ഷികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അദ്ദേഹം പുറത്ത് തെറിച്ച് രക്ഷാപ്രവർത്തനത്തിന് സമയത്ത് ഓടിയെത്തിയ ആളുകൾ പറയുന്നത് അദ്ദേഹം ബസ്സിന് പുറത്തേക്ക് തെറിച്ചു വീണ നിലയിലായിരുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് മാവൂർ സ്വദേശിയാണ് എന്നുള്ള വിവരമാണ് വരുന്നത്. ശരി, കുറ്റിപ്പുറത്തെ ബസ് അപകടത്തിൽ മരിച്ചയാളെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ പേര് വിവരം പുറത്തു വന്നിട്ടില്ല എങ്കിൽ കൂടിയും കോഴിക്കോട് മാവൂർ സ്വദേശിയാണ് എന്നുള്ള വിവരങ്ങൾ വരുന്നു. കുറ്റിപ്പുറത്താണ് ഡിവൈഡറിലിടിച്ച് സൂപ്പർ ഫാസ്റ്റ് ബസ് തലകീഴായി മറിഞ്ഞു പൊളിഞ്ഞു പോയത്. അതിനകത്ത് ഉണ്ടായിരുന്ന 21 പേരിൽ ഒരാളാണ് ഇപ്പോൾ മരിച്ചത്. 20 പേർക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ടെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ബസ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളിപ്പോൾ തത്സമയ ദൃശ്യങ്ങളിപ്പോൾ പ്രേക്ഷകർക്ക് മീഡിയ വൺ സ്ക്രീനിൽ കാണാം. തലക്കീഴായി മറിഞ്ഞ ബസ് ഡിവൈഡറിന് മുകളിൽ കിടക്കുന്നത് വലിയ നടുക്കവും ഞെട്ടലും ബാക്കിയാക്കുന്ന ദൃശ്യങ്ങളാണ്. ഒരുപക്ഷെ ആളുകൾ കുറവായിരുന്നു ബസ്സിൽ എന്നുള്ളത് അപകടത്തിൻ്റെ ആഘാതം കുറച്ചിട്ടുണ്ടെന്നുള്ളത് ആശ്വാസകരമാണെങ്കിൽ കൂടിയും ഒരു ആൾ അതിനകത്തൊരു യാത്രക്കാരൻ മരിച്ചു എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ്. സമീപത്ത് ഒരു കാർ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് ബസ് മറിഞ്ഞുപോയത്. ഏതാണ്ട് എല്ലാവർക്കും നല്ല പരിക്കുണ്ട്. ഒരു 3-4 ആൾക്ക് കുറച്ച് ഗുരുതര പരിക്കുണ്ട്. ബാക്കിയുള്ളവർക്ക് അയാള് പന്തീരാങ്കാവ് പെരുവയൽ സ്വദേശിയാണ്. പേര് കിട്ടിയിട്ടുണ്ട്, പേരുണ്ട്. ബസ് ഈ ഇറക്കാണ്, വളവാണ്. അമിത വേഗതയിലാവാൻ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം റൈറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് ഇടിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ അവിടെ ഇടിക്കണമെങ്കിൽ പുള്ളിക്ക് കൺട്രോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം അതിന് സാധ്യത തോന്നുന്നു. നമുക്ക് മാറി നിൽക്കാം, അവിടെ ക്ലീനിങ് അവിടെ ഇടിച്ചിട്ടാണ് ഈ ഡിവൈഡറിലേക്ക് വരുന്നത്. അതെ, അപ്പുറത്ത് ഇടിച്ചതിന് ശേഷം. ശരിക്കും എന്താണ് സംഭവിച്ചത്? ഇവിടെ നല്ല ഇറക്കാണ്, അതുകൂടാതെ വളവാണ്. അപ്പൊ ബസ് വന്ന സമയത്ത് ഓവർടേക്ക് ചെയ്യാൻ, വേറൊരു വാഹനത്തിന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നിന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സൈഡിൽ ഡിവൈഡിൽ തട്ടുള്ളൂ. അപ്പോൾ അവിടെ ആ വലിയ ആൾ നിൽക്കുന്ന അവിടെ ഡിവൈഡിൽ തട്ടിയിട്ടുണ്ട്. ആ സ്പീഡ് കാരണം ശക്തമായിട്ട് ഇങ്ങോട്ട് വന്നതായിരിക്കാനാണ് സാധ്യത. നമ്മളിത് ആളുകളില്ലാത്ത സ്ഥലമായതുകൊണ്ട് നമ്മളുടെ ഒരു പ്രിസംഷനാണ്.